ഹലോ നമസ്കാരം. സോഹം ദി യുണീക്ക് ഫാഷൻ എന്ന ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മോക്ക് ടെസ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതിനു മുൻപ് തന്നെ നിങ്ങളെല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നിർത്തരുത്. അതിനു മുൻപ് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഓണാശംസകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലേ, ഓണം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുക. നമ്മൾ അതായത് അടുത്ത തലമുറയിലേക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ ഓരോ ആഘോഷങ്ങളും എന്തു തന്നെയായാലും അത് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവർ പഠിക്കുക, കുഞ്ഞുങ്ങൾ പഠിച്ച് വരുന്നത്. അതായത് നമ്മൾ ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളാണെങ്കിലും അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ അവരത് കണ്ട് പഠിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യുക, അത് നമ്മൾ ചെയ്യുക. എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള ഫാമിലി ആണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ചെറിയ രീതിയിൽ ഇന്നതാണ് കാര്യങ്ങൾ അവരെ, ഇതിൻ്റെ ഐതിഹ്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, പെരുന്നാളായിക്കോട്ടെ, ഏത് ക്രിസ്മസ്, അങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങളും നമ്മൾ ചെറിയ രീതിയിലാണ് നമുക്ക് പറ്റുന്നതെങ്കിൽ ആ രീതിയിൽ ആഘോഷിക്കുക. അതിനാരും നമ്മളുടെ അടുത്ത് ഒന്നും പറയാൻ വരില്ല. അപ്പോൾ അതാണ് അടുത്ത തലമുറയിലേക്ക് നമുക്ക് കൊടുക്കാൻ, അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ഇതിൽ വരാത്തതാണ്, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ്ഡ് ഓണാശംസകൾ. ഇതിൽ നമ്മൾ മോക്ക് ടെസ്റ്റാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നു, അപ്പോൾ അതിനെ മലയാളത്തിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉടനെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആൻസർ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നോക്കുക, കിട്ടാത്തത് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോവാം. വേനൽക്കാലത്ത് ധരിക്കാൻ അനുയോജ്യമല്ലാത്ത വസ്ത്രം. വേനൽക്കാലത്ത് ധരിക്കാൻ അനുയോജ്യമല്ലാത്ത വസ്ത്രം. ഓരോരുത്തർ ചോദിച്ചിരുന്നു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു, നമ്മൾക്ക് കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക മാത്രമാണ് നിവൃത്തിയുള്ളൂ. എൻ്റെ അറിവിൽ ഇതിൽ ഇംഗ്ലീഷിൽ ബുക്കുകൾ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്താ പറയുക, അതിന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ടെറ്റിൻ്റെ എക്സാം എഴുതുന്നവരാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടടുത്ത റൈറ്റ് സൈഡിൽ തന്നെ ഇംഗ്ലീഷിൽ വരും. നമ്മളത് കണ്ടാൽ അറിയുമല്ലോ. എന്തായാലും മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള ആ ഒരു ഇത് അറിയാത്തവരായിട്ട് ആരുമില്ല. അല്ലാതെ അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഇതുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കുക. വേറെ ഏത് രീതിയിലും എടുക്കരുത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഞാനിതിൻ്റെ ഇംഗ്ലീഷും കൂടി തരാം, നമുക്ക് കിട്ടുന്നത് നമ്മൾ തരാം. ഓക്കെ. അപ്പോൾ ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു, അതിൻ്റെ ഇംഗ്ലീഷാണ്. ഫാബ്രിക് നോട്ട് സ്യൂട്ടബിൾ ഫോർ സമ്മർ വെയർ. സമ്മർ വെയറിന് അനുയോജ്യമല്ലാത്ത വസ്ത്രം. ഫാബ്രിക് നോട്ട് സ്യൂട്ടബിൾ ഫോർ സമ്മർ വെയർ. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് രണ്ടാമത്തെ, കാസ്റ്റിംഗ് ഓൺ ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാസ്റ്റിംഗ് ഓഫും കാസ്റ്റിംഗ് ഓണും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതാണ് രണ്ടാമത്തെ. അതിൻ്റെ ഇംഗ്ലീഷ് പറയാം. കാസ്റ്റിംഗ് ഓഫ് ആൻഡ് കാസ്റ്റിംഗ് ഓൺ ആർ ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്, അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് എന്താണെന്നുള്ളത് അവിടെ എഴുതുക. ഒരിക്കൽ കൂടി പറയാം. കാസ്റ്റിംഗ് ഓഫ് ആൻഡ് കാസ്റ്റിംഗ് ഓൺ ആർ ടേംസ് അസോസിയേറ്റഡ് വിത്ത് എന്താണെന്നുള്ളത് അവിടെ എഴുതുക. അടുത്തത് മൂന്നാമത്തേതാണ്. ഒരു പ്രോട്ടീൻ നാരുകൾക്ക് ഉദാഹരണം. പ്രോട്ടീൻ നാരുകൾക്ക് ഉദാഹരണം ഏത്? പ്രോട്ടീൻ നാരുകൾക്ക് ഉദാഹരണം ഏത്? ഇംഗ്ലീഷ് പറയാം. പിക്ക് ഔട്ട് ദി പ്രോട്ടീൻ ഫൈബർ, അല്ലെങ്കിൽ എക്സാമ്പിൾ ഓഫ് പ്രോട്ടീൻ ഫൈബർ. എക്സാമ്പിൾ ഓഫ്, ഇപ്പം നമ്മൾ ഓപ്ഷൻസ് ഒന്നും പറയാത്തത് കൊണ്ട്
എക്സാമ്പിൾ ഓഫ് പ്രോട്ടീൻ ഫൈബർ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻ ദി ഫോളോയിങ് എന്നൊക്കെയാണ്, നമ്മളിപ്പോൾ ഓപ്ഷൻസ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ ഓഫ് പ്രോട്ടീൻ ഫൈബർ. അടുത്തത് നാലാമത്തേതാണ് കനമില്ലാത്ത തരത്തിലുള്ള തുണികളിൽ ചെയ്യുന്ന എംബ്രോയ്ഡറി ഏത്? അതായത് കനമില്ലാത്ത തരത്തിലുള്ള തിന്നായിട്ടുള്ള തുണികളിൽ ചെയ്യുന്ന എംബ്രോയ്ഡറി ഏത്? ഇംഗ്ലീഷ് പറയാം. ഡാഷ് എംബ്രോയ്ഡറി സ്റ്റിച്ച് റിക്വയേഴ്സ് ദി യൂസ് ഓഫ് വെരി തിൻ ഫാബ്രിക്. ഡാഷ് എംബ്രോയ്ഡറി സ്റ്റിച്ച് റിക്വയേഴ്സ് ദി യൂസ് ഓഫ് വെരി തിൻ ഫാബ്രിക്. അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തേതാണ്. വലിയ തരത്തിലുള്ള സ്പേസ് മീൻസ് വലിയ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി ഏത്? എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ പേരെന്താണ്? വലിയ പൂക്കൾ അങ്ങനെയുള്ള വലിയ ഭാഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി സ്റ്റിച്ച് ഏതാണ്? അതിൻ്റെ ഇംഗ്ലീഷ് പറയാം. Which stitch is used to fill large spaces? Which stitch is used to fill large spaces? അടുത്തത് ആറാമത്തെ. ഹണി കോംബ് എന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഹണി കോംബിങ് അല്ലെങ്കിൽ ഹണി കോംബ് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ച് ഉണ്ട്. അത് ഏത് തരത്തിലുള്ള സ്റ്റിച്ചിന് ഉദാഹരണം ആണ്? അതിൻ്റെ ഇംഗ്ലീഷാണ്. ഹണി കോംബിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്, അല്ലെങ്കിൽ അത് തന്നെയാണ്. ഹണി കോംബിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഏത് തരം സ്റ്റിച്ചിനാണ് ഹണി കോംബിങ് എന്ന് പറയുന്ന സ്റ്റിച്ച് ഉദാഹരണം? അടുത്തത് ഏഴാമത്തേതാണ്. ഇടവിട്ട് വരുന്ന സ്റ്റിച്ചുകൾക്ക് കാരണം അല്ലാത്തത് എന്ത്? ഇടവിട്ട് വരുന്ന സ്റ്റിച്ചുകൾ ഉണ്ടാവുന്നതിന് കാരണം ഒരു കോസ് ഉണ്ട്. അപ്പോൾ അതല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇംഗ്ലീഷാണ്. ഡാഷ് ഈസ് നോട്ട് എ കോസ് ഫോർ സ്കിപ്ഡ് സ്റ്റിച്ചസ്. ഡാഷ് ഈസ് നോട്ട് എ കോസ് ഫോർ സ്കിപ്ഡ് സ്റ്റിച്ചസ്. അടുത്തത് എട്ടാമത്തേതാണ്. പൂവിൻ്റെ ഇതളുകളും ചെറിയ പൂവുകളും തയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏത്? പൂവിൻ്റെ ഇതളുകളും ചെറിയ പൂവുകളും തയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏത്? അതിൻ്റെ ഇംഗ്ലീഷ് പറയാം. elongated chain stitch used to work petals of small flowers is dash. Elongated chain stitch used to work petals of small flowers is dash. അടുത്തത് ഒൻപതാമത്തേതാണ്. ഏത് തരം നാരുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഉള്ളത്? അതായത് വലിയുന്ന സ്വഭാവമുള്ള നാരുകൾ ഏതാണ്? ഏറ്റവും കൂടുതൽ വലിയുന്നത് ഏത് നാരുകളാണ് എന്നൊക്കെ ഏത് തരത്തിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അടുത്തത് അതിൻ്റെ ഇംഗ്ലീഷാണ്. വിച്ച് ഫാബ്രിക് എക്സിബിറ്റ്സ് ദി മാക്സിമം ഇലാസ്റ്റിസിറ്റി? വിച്ച് ഫാബ്രിക് എക്സിബിറ്റ്സ് ദി മാക്സിമം ഇലാസ്റ്റിസിറ്റി? അടുത്തത് പത്താമത്തേതാണ്. കൂടെ സൂചി പൊട്ടുന്നതിനുള്ള കാരണം. തയ്യൽ മെഷീനിൽ കൂടെ സൂചി പൊട്ടുന്നതിനുള്ള കാരണം എന്ത്? അതിൻ്റെ ഇംഗ്ലീഷ് പറയാം. നീഡിൽ ബ്രേക്കിംഗ് ഓഫ് സ്യൂയിങ് മെഷീൻ ഈസ് ഡ്യൂ ടു ഡാഷ്. നീഡിൽ ബ്രേക്കിംഗ് ഓഫ് സ്യൂയിങ് മെഷീൻ ഈസ് ഡ്യൂ ടു ഡാഷ്. അടുത്തത് 11ാമത്തേതാണ്. ആൺകുട്ടികളുടെ വസ്ത്രത്തിൽ ഷോർട്സ് പോലെയുള്ള ട്രൗസർ അതുപോലെയുള്ളതിൽ ട്രൗസേഴ്സിലൊക്കെ ബട്ടൺ അല്ലെങ്കിൽ സിപ്പ് കവർ ചെയ്യുന്ന
ആ ഒരു ഇതിൻ്റെ പേര് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൺകുട്ടികളുടെ വസ്ത്രങ്ങളിൽ ട്രൗസേഴ്സ് പോലെയുള്ളതിൽ ബട്ടണും സിപ്പും കവർ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിന് പറയുന്ന പേരെന്ത്? ഇംഗ്ലീഷാണ്. ഡാഷ് ഈസ് യൂസ്ഡ് ടു കവർ ദി ബട്ടൺ ഓർ സിപ്പ് ഇൻ ബോയ്സ് ഷോർട്സ്. ഡാഷ് ഈസ് യൂസ്ഡ് ടു കവർ ദി ബട്ടൺ ഓർ സിപ്പ് ഇൻ ബോയ്സ് ഷോർട്സ്. അടുത്തത് 12ാമത്തേതാണ്. ബ്രാസ് അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതും ഒരു വ്യക്തിയുടെ വിരലുകളെ സംരക്ഷിക്കാൻ തയ്ക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ, അതായത് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് വ്യക്തിയുടെ വിരലുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് വിരലിലിടുന്ന ഉപകരണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതുകൊണ്ടാണ്? ബ്രാസ് അല്ലെങ്കിൽ സ്റ്റീല്. അതായത് ബ്രാസ് അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും വിരലുകളെ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് വിരലുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് വിരലിലിടുന്ന ഉപകരണം. അതിൻ്റെ ഇംഗ്ലീഷാണ്. ഡിവൈസ് മെയ്ഡ് ഓഫ് ബ്രാസ് ഓർ സ്റ്റീൽ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദി ഫിംഗർ ഓഫ് എ പേഴ്സൺ ഹു സ്റ്റിച്ചസ് എസ്പെഷ്യലി വൈൽ എംബ്രോയ്ഡറി. ഡിവൈസ് മെയ്ഡ് ഓഫ് ബ്രാസ് ഓർ സ്റ്റീൽ used to protect the finger of a person who stitches especially while embroidery. അടുത്തത് 13ാമത്തേതാണ്. ശക്തിയേറിയിട്ടുള്ള നാരുകൾക്ക് ഉദാഹരണം. ഏറ്റവും അല്ലെങ്കിൽ ശക്തി എന്നുള്ളത് അല്ലെങ്കിൽ ബലമേറിയ നാരുകൾ ഏത്? അതിൻ്റെ ഇംഗ്ലീഷാണ്. വിച്ച് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് നാച്ചുറൽ ഫൈബർ. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഏത് നാരുകൾ, പ്രകൃതിദത്ത നാരുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബലമുള്ളത്? ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻസും തിരിച്ചും മറിച്ചും ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അടുത്തത് 14ാമത്തേതാണ്. എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ അല്ലാത്തതിന് ഉദാഹരണങ്ങൾ ഏത്? എംബ്രോയ്ഡറി സ്റ്റിച്ച് അല്ല, എന്നാൽ ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നും. അങ്ങനെയുള്ള സ്റ്റിച്ച് ഏതാണെന്നാണ്. ഇത് ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല, അപ്പോൾ അത് എഴുതുക. ഇംഗ്ലീഷ് പറയാം. ദിസ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എംബ്രോയ്ഡറി സ്റ്റിച്ച്. എംബ്രോയ്ഡറി സ്റ്റിച്ചസ്. നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എംബ്രോയ്ഡറി സ്റ്റിച്ചസ്. എംബ്രോയ്ഡറി സ്റ്റിച്ച് അല്ലാത്തത് ഏത്? അടുത്തത് 15ാമത്തേതാണ്. ഫാസ്റ്റ്നേഴ്സിന് ഉദാഹരണം. ഫാസ്റ്റ്നേഴ്സ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫാസ്റ്റ്നേഴ്സിന് ഉദാഹരണം ഏത്? അതിൻ്റെ ഇംഗ്ലീഷാണ്. an example of fasteners. ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. an example of fasteners. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വെക്കണമെങ്കിൽ എല്ലാം എഴുതിക്കോളൂ. എക്സാമിന് വരുമ്പം അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാവും. അടുത്തത് ഒരു മനുഷ്യനിർമ്മിത നാരുകൾക്ക് ഉദാഹരണം. മനുഷ്യനിർമ്മിത നാരുകൾക്ക് ഉദാഹരണം. അതിൻ്റെ ഇംഗ്ലീഷാണ്. Dash is an example of a man-made fiber. Dash is an example of a man-made fiber. അടുത്തത് കട്ടിംഗ് ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണം. ഒരു ഉദാഹരണം. കട്ടിംഗ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾക്ക് ഒരു ഉദാഹരണം എഴുതുക. അതിൻ്റെ ഇംഗ്ലീഷാണ്. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കട്ടിംഗ് ടൂൾ. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കട്ടിംഗ് ടൂൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 18. ഔട്ട്ലൈൻ സ്റ്റിച്ചിന് ഒരു ഉദാഹരണം. ഔട്ട്ലൈൻ സ്റ്റിച്ചിന് ഒരു ഉദാഹരണം. നമ്മൾ മേജറായിട്ട് അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചിന് ഉദാഹരണം. അതിൻ്റെ ഇംഗ്ലീഷാണ്. ഡാഷ് സ്റ്റിച്ച് ഈസ് യൂസ്ഡ് ആസ് എ മേജർ ഔട്ട്ലൈൻ സ്റ്റിച്ച്. മേജർ
ഔട്ട്ലൈൻ സ്റ്റിച്ച്. ഒരിക്കൽ കൂടി പറയാം, ഡാഷ് സ്റ്റിച്ച് ഈസ് യൂസ്ഡ് ആസ് എ മേജർ ഔട്ട്ലൈൻ സ്റ്റിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ 19 ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫാബ്രിക്കാണ് കനം കുറവുള്ളതും പിന്നെ അതുപോലെ തന്നെ ഡ്രേപ്പ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളതും ഉള്ള ഒരു ഫാബ്രിക്കിന് ഉദാഹരണം? കനം കുറവുള്ളതും ഡ്രേപ്പ് ചെയ്യാൻ എളുപ്പമായിട്ടുമുള്ള ഒരു ഫാബ്രിക്കിന് ഉദാഹരണം, ഫാബ്രിക്സിൻ്റെ ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഇംഗ്ലീഷാണ്, ഫാബ്രിക് വിച്ച് ഈസ് ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് ഹാസ് ഗുഡ് ഡ്രേപ്പബിലിറ്റി ഈസ് ഡാഷ്. ഫാബ്രിക് വിച്ച് ഈസ് ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് ഹാസ് ഗുഡ് ഡ്രേപ്പബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ 20. നനഞ്ഞ്, അതായത് ഒരു ഈ തരത്തിലുള്ള ഗാർമെൻറ്റ്സ് ഫാബ്രിക് നനച്ച് കഴിയുമ്പോൾ കനം കൂടുന്ന തരത്തിലുള്ള തുണികൾക്ക് ഉദാഹരണം. നനഞ്ഞു കഴിയുമ്പോൾ വെയിറ്റ് കൂടുന്ന തുണികൾ ഏത് അല്ലെങ്കിൽ ഫാബ്രിക് ഏത്? ഇതിൻ്റെ എക്സാമ്പിളാണ്, ഫാബ്രിക് ഹൂസ് സ്ട്രെങ്ത് വെൻ വെറ്റ് ഈസ് മോർ ഈസ് ഡാഷ്. ഫാബ്രിക് ഹൂസ് സ്ട്രെങ്ത് വെൻ വെറ്റ് ഈസ് മോർ ഈസ് ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ 21. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. തെർമോപ്ലാസ്റ്റിക് ഫാബ്രിക്കിന് ഉദാഹരണം ഏത്? തെർമോപ്ലാസ്റ്റിക് ഫാബ്രിക്കിന് ഉദാഹരണം ഏത്? അതിൻ്റെ ഇംഗ്ലീഷാണ്, ഫാബ്രിക് വിച്ച് ഈസ് തെർമോപ്ലാസ്റ്റിക്. ഫാബ്രിക് വിച്ച് ഈസ് തെർമോപ്ലാസ്റ്റിക്. അടുത്ത ക്വസ്റ്റ്യൻ 22. അപ്പോൾ നമ്മൾ ഫാസ്റ്റനറിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഒരു ഫാസ്റ്റനറിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ഉദാഹരണം അല്ലാത്തത് ഏത്? അപ്പോൾ ഫാസ്റ്റനർ അല്ലാത്തത് ഏതെങ്കിലും ഒന്നാണ് ഇതിൽ എഴുതേണ്ടത്, അല്ലെങ്കിൽ അതെല്ലാം എഴുതുക. എക്സാമിന് ഓപ്ഷൻസ് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഫാസ്റ്റനേഴ്സിന് എക്സാമ്പിൾ അല്ലാത്തത് ഏത്? അതിൻ്റെ ഇംഗ്ലീഷാണ്, ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫാസ്റ്റനർ. ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫാസ്റ്റനർ. അടുത്ത ക്വസ്റ്റ്യൻ 23. ഏത് തരം വസ്ത്രങ്ങളാണ് എളുപ്പത്തിൽ ബ്ലീച്ച് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എളുപ്പത്തിൽ ബ്ലീച്ച് ചെയ്യാൻ സാധിക്കുന്ന തരം വസ്ത്രങ്ങൾ ഏത്? വസ്ത്രങ്ങളാണെങ്കിലും ശരി, ഫാബ്രിക് ആണെങ്കിലും ശരി, ക്ലോത്ത് എങ്ങനെ പറഞ്ഞാലും ശരി. അപ്പോൾ അതിന് ആൻസർ ഏതാണ്? അപ്പോൾ അടുത്തത് അതിൻ്റെ ഇംഗ്ലീഷാണ്, ഡാഷ് ഫാബ്രിക് ക്യാൻ ബി ഈസിലി ബ്ലീച്ച്ഡ്. ഡാഷ് ഫാബ്രിക് ക്യാൻ ബി ഈസിലി ബ്ലീച്ച്ഡ്. അടുത്തത് 24. ഡെപ്ത് ഓഫ് സേ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ അളവ് എത്രയാണ്? ഡെപ്ത് ഓഫ് സേ കാണുന്നതിനുള്ള സൂത്രവാക്യം എന്താണ്? ഡെപ്ത് ഓഫ് സേ കാണുന്നതിനുള്ള സൂത്രവാക്യം അല്ലെങ്കിൽ ആ ഒരു ഫോർമുല ഉണ്ട്, അത് ഏതാണെന്ന് എഴുതുക. അതിൻ്റെ ഇംഗ്ലീഷാണ്, ദി ഡെപ്ത് ഓഫ് സേ ഈസ് ടേക്കൺ ആസ്, എങ്ങനെയാണെന്ന് എഴുതുക. ദി ഡെപ്ത് ഓഫ് ദി സൈ ഈസ് ടേക്കൺ ആസ് എഴുതുക. അടുത്തത് 25-ാമത്തേതാണ്. ഒരു മെഷറിംഗ് ടേപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏതൊക്കെ അളവുകളാണ് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഒരു മെഷറിംഗ് ടേപ്പിൽ ഏതൊക്കെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്? അതിൻ്റെ ഇംഗ്ലീഷാണ്, ദി മെഷറിംഗ് ടേപ്പ് ഈസ് മാർക്ക്ഡ് ഇൻ ഡാഷ്. ദി മെഷറിംഗ് ടേപ്പ് ഈസ് മാർക്ക്ഡ് ഇൻ ഡാഷ്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇത് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ എഴുതുക. ഏതൊക്കെയാണെന്ന് കിട്ടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാം. തിരുത്തിയിട്ട് ആ ഭാഗം അല്ലെങ്കിൽ അതൊന്നുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഉടനെ തന്നെ ഞാൻ ഇടാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്ന പോലെ പഠിക്കുക എന്ന് ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഉടനെ ഇനി ഇതുപോലെ ലാഗ് ആവില്ല. ആദ്യം അത് തന്നെ പറയട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും സോറി പറയുകയാണ്. അപ്പോൾ നമ്മൾ വേഗം ഇനി എന്താ പറയുക, പഠിക്കാൻ കുറച്ച് സമയമുള്ളൂ. 15 ദിവസമാണുള്ളത്. അതിനിടയിൽ ഓണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും ഓണം നല്ല രീതിയിൽ ആഘോഷിക്കുക. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ.